അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ എടുക്കുന്ന സമയത്ത് എല്ലോട് കൂടിയ ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കന്. അപ്പം ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നല്ല ഫ്രഷായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ചെറിയൊരു മുട്ടയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിലും അത്യാവശ്യം വലിയൊരു മുട്ട തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിക്കനിലോട്ട് മസാല നന്നായിട്ട് പറ്റി പിടിച്ച് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ കഴുകിയെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ വേണം കഴുകിയെടുക്കാനായിട്ട്. ഓരോ സ്റ്റെപ്പായിട്ട് ഇതിലോട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും മസാല എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് കോൺ പൗഡറും അതേപോലെ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ടങ്ങ് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂറൊക്കെ സമയമുണ്ടെങ്കിൽ വെക്കാം, നല്ലതാണ്. അപ്പോഴേക്കും നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. നമുക്കൊരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയിൽ ഒരിക്കലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഈ ഒരു ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോ പീസ് ചിക്കനും വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതേപോലെ ആദ്യത്തെ 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഞാനിതിലേക്ക് ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ്റെ 2 സൈഡ് ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഞാനിവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക് ഗ്രേവി റെഡിയാക്കാനായിട്ട് 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതേപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10 വരെയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് മുതൽ അവസാനം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കേരള റെസിപ്പീസൊക്കെ ചെയ്യുന്നത് പോലെ ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഇനി 1 മിനിറ്റ് മാത്രം ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 3 കളറിലുള്ള ക്യാപ്സിക്കോ ആണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കളറ് മസ്റ്റല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 1.25 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1.25 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ ഈ ഒരു സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ ഒരു സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവുന്നതാണ്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് എത്ര തിക്നെസ്സിലാണോ ഈ ഒരു ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലുള്ള ആ ഒരു വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺ പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമറ ഓഫായി പോയതുകൊണ്ട് അത് വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ചില സോസൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും അവസാനം മാത്രം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ അവസാനം നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ പുളിയോ അല്ലെങ്കിൽ എരിവോ അധികം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പുളിയൊക്കെ അങ്ങ് ബാലൻസ് ചെയ്ത് നിർത്തും. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്